ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് കുംഭമേള പോലുള്ള വലിയ സാംസ്കാരിക മഹോത്സവങ്ങളിൽ ഒരു സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായി ഷോക്കേസ് ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാതിരിക്കുന്നു. ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു സമാജം തന്നെയാണ് കേരളത്തിൽ. അതെ, തീർച്ചയായിട്ടും ഇപ്പോഴും അത് തന്നെയാണ്. വിശ്വാസികളായ ഹിന്ദുക്കളാണ് വോട്ടിന്റെ എണ്ണത്തിലും ശതമാനത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എവിടെ എന്ന് അന്വേഷിച്ച് അത് കേരളത്തിലേക്ക് ആളുകൾ വരും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും പറ്റുന്ന വിഷണറിമാരോ അതിന് ഉൾക്കാഴ്ചയുള്ള ക്രിയാശേഷിയുള്ള നേതൃത്വമോ ദൗർഭാഗ്യവശാൽ കേരളത്തിന് ഇല്ലാതെ പോയി. നമ്മൾ കഴിവുള്ളവർക്ക് വേറെ ഒഴിവുള്ളവർ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ കാർഡ്ബോർഡ് കൊണ്ട് ക്ഷേത്രം പണിത് വെച്ചിരിക്കും. കേരളത്തിലൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അതിശയങ്ങൾ വരുന്നത് കുംഭമേളയ്ക്ക് UP ഗവൺമെൻറ് 600 കോടി രൂപ കൊടുക്കുന്നു, ഇവിടെ മറ്റേതിന് കൊടുക്കാൻ കാശില്ല. കുംഭമേളയ്ക്ക് 600 കോടിയല്ല UP ഗവൺമെൻറ് നടക്കുന്നത്, 6000 കോടിയാണ്. നമസ്കാരം സ്വാമിജി. ഈ കുംഭമേളയ്ക്ക് വന്നിട്ട് ഇപ്പം 4ാമത്തെ ദിവസം, 4 ദിവസവും ഗംഗയിൽ കുളിച്ചിട്ടുള്ള ഒരു സംതൃപ്തിയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ നേതൃത്വത്തിൽ അങ്ങയുടെ ക്ഷണവും കൂടി കൊണ്ട് വന്ന് അങ്ങനെ ആസ്വദിച്ച് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നൊരു 20 കിലോമീറ്ററോളം നടന്ന് എല്ലായിടത്തും നോക്കിയിട്ട് എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ടായ ഒരു കാര്യമുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോൾ ജമ്മു കാശ്മീർ ടൂറിസത്തെ പറ്റി വലിയൊരു പോസ്റ്റർ, നമ്മൾ ദൈവത്തിൻ്റെ നാടെന്ന് പറഞ്ഞ് ടൂറിസം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്തുനിന്നുള്ള ഒരു പോസ്റ്റർ കാണാൻ ഞാൻ കൊതിച്ചു. അത് ജമ്മു കാശ്മീരിൻ്റെ പോസ്റ്ററിൻ്റെ വലതുവശത്ത് വലിയൊരു പാനൽ അവൈലബിൾ ആണ്. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കേരളത്തിൻ്റെ ആനയും കഥകളിയും ഒക്കെ അവിടെ കണ്ടുപോയി. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഗംഭീരമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു സംസ്ഥാന തലത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രസൻസും ഈ കുംഭമേള നഗരിയിൽ ഇല്ലാത്തത് എന്നുള്ളത് എന്നെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ്. കാരണം ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്, ഏറ്റവും വലിയൊരു സ്പിരിച്വൽ ഫെസ്റ്റിവലാണ്, ഏറ്റവും വലിയ ജനതയുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതെങ്ങനെ മിസ് ചെയ്യാൻ പറ്റുന്നു ഒരു കൂട്ടം നേതാക്കൾക്ക്? പണ്ട് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന കൊച്ചി രാജ്യത്തൊരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹമാണ് ഇന്ന് കൊച്ചിയിൽ കാണുന്ന MG റോഡ് വിഭാവനം ചെയ്തത്. അപ്പം അദ്ദേഹം അന്ന് 100 അടിയുള്ള 2 റോഡ് വേണമെന്നാണ് കൊച്ചി രാജ്യസഭയിൽ പറഞ്ഞത്. കൊച്ചിക്കാരെല്ലാവരും കൂടി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അദ്ദേഹത്തെ തിന്നില്ല എന്നേ ഉള്ളൂ. കാരണം അന്ന് പകല് പോലും ആളുകൾ പോകാൻ പേടിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പം MG റോഡും ഒക്കെ നിൽക്കുന്ന സ്ഥലം. അന്ന് എന്നിട്ട് അവസാനം തർക്കമായി ഭയങ്കരതായി അവസാനം 80 അടിയിൽ MG റോഡ് ഒരു റോഡ് എന്നുള്ള നിലയിൽ സഹോദരനായി ഇപ്പം പിടിവാശി പിടിച്ച് അത് പറഞ്ഞു. പക്ഷെ അവസാനം അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഈ കൊച്ചി നാളെ വലിയ കൊച്ചിയാവും, അന്ന് 100 അടിയുടെ 2 റോഡ് പോരാതെ വരും. അതുപോലെ സത്യമായി ഇന്നത്തെ ഗോശ്രീ പാലം ഇത് അന്ന് സഹോദരൻ അയ്യപ്പൻ വരച്ചിട്ടതാണ്. അപ്പം ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് കുംഭമേള പോലുള്ള വലിയ സാംസ്കാരിക മഹോത്സവങ്ങളിൽ ഒരു സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായി ഷോക്കേസ് ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാതിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം UP സർക്കാരിൻ്റെ ഡെലിഗേഷൻ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്. അവർ എത്തി ചോദിച്ചു, ഒഫീഷ്യൽ ഡെലിഗേഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തി ഇവിടെ പവലിയനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് UNI എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടർ നമ്മളുടെ അടുത്ത് വന്നപ്പോഴാണ്. തിരുവനന്തപുരത്ത് വന്നിരുന്നു. അവരവിടെ കോൺക്ലേവ് പോലെ അത്യാവശ്യം ബിസിനസ് മീറ്റ് പോലുള്ള രീതിയിൽ ഈ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു മീറ്റൊക്കെ UP ഗവൺമെൻറ് വിളിച്ചു ചേർത്തിരുന്നു അവിടെ. അപ്പോൾ അതിനെ ക്ഷണം സ്വീകരിച്ച് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള സംസ്ഥാനങ്ങൾ, അങ്ങനെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇവിടെ എത്തി. തമിഴ്നാട് ഗവൺമെൻറ്റൊക്കെ അത് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ കാർഡ്ബോർഡ് കൊണ്ട് ക്ഷേത്രം പണിത് വെച്ചിരിക്കുക. അതായത് ഈ ദ്രാവിഡ കലഹം എന്നൊക്കെ പറയുന്ന സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റൊക്കെ ആ ക്ഷേത്രം അതുപോലെ തന്നെ കാർഡ്ബോർഡ് കൊണ്ട് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ആളുകൾ കാണാനും കാര്യങ്ങളും വേണ്ടാന്ന് തീരുമാനിച്ച ആൾക്കാർ. കാരണം ഇവിടെ മേള തുടങ്ങുന്നതിന് മുമ്പ് മേള അതോറിറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മേളയ്ക്ക് വേണ്ടി അന്ന് പ്രോസസ്സിങ് കഴിഞ്ഞത് 60 ലക്ഷം വിദേശികളുടെ വിസ ആപ്ലിക്കേഷൻസാണ്. അവരുടെ കണക്ക് 1.5 കോടിയിലേറെ വിദേശികൾ
ഇവിടെ വിസിറ്റ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഒരു ലക്ഷത്തോളം 5 സ്റ്റാർ ടെൻറ്റുകളുണ്ട് ടെൻറ്റ് സിറ്റിയിൽ. ആ ഒരു ടെൻറ്റ് സിറ്റിയിലെ ഒരു ദിവസത്തെ ഏറ്റവും ചുരുങ്ങിയ വാടക പെർ ഡേ 10,000 രൂപയാണ്. അത് മൂന്ന് ദിവസത്തെയൊക്കെ പാക്കേജ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അയക്കുന്നത്. അപ്പം അങ്ങനെ 1 ലക്ഷം ടെൻറ്റ് സിറ്റിയും എല്ലാ സമയവും ഫുള്ളാണ്. അപ്പം അത്രയും സ്പെൻഡ് ചെയ്യാൻ ശേഷിയുള്ള ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-30 ലക്ഷം പേര് ഇവിടെ വരുന്നുണ്ട്. അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ശേഷിയുള്ള ആളുകളാണ് ആശ്രമങ്ങളിൽ പായ വിരിച്ച് നിലത്ത് കിടക്കുന്നത്. അല്ല, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ടായിട്ട് ഒരു ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സംഗതി. അതെ, ഇവിടെ ഇപ്പൊ നമ്മള് കേരളത്തിലൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അതിശയങ്ങൾ വരുന്നത്, കുംഭമേളയ്ക്ക് UP ഗവൺമെന്റ് 600 കോടി രൂപ കൊടുക്കുന്നു, ഇവിടെ മറ്റേതിന് കൊടുക്കാൻ കാശില്ല. കുംഭമേളയ്ക്ക് 600 കോടിയല്ല UP ഗവൺമെന്റ് നടക്കുന്നത്, 6,000 കോടിയാണ്. ഈ 6,000 കോടി ചെലവാക്കുമ്പോൾ UP സർക്കാരിന് ഡയറക്റ്റ് ആയിട്ട് 30,000 കോടി രൂപ വരുമാനം ഈ 2 മാസം കൊണ്ട് കിട്ടുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 ലക്ഷം കോടി വരുമാനമാണ്. 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് പ്രതിദിനം ഈ 6 മാസം ഈ മേളയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഈ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വലിയ അവസരമായിട്ട് ഈ മേളയെ മാറ്റുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. 2 മാസം കൊണ്ട് ഇത്രയും പണം ഉണ്ടാക്കാവുന്ന വേറൊരു സംഗതിയില്ല. ഒരാള് ഒരു ദിവസം ഈ മേളയിൽ വരുന്നത് പെർ ഹെഡ് 8,000 രൂപ ചെലവഴിക്കും എന്നുള്ളതാണ് നാസ്കോമിന്റെ കണക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഹാർവാർഡ് ബിസിനസ് സ്കൂളൊക്കെ അടക്കമുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ ഗവൺമെന്റ് കാണുമ്പോൾ, നേരത്തെ അങ്ങ് പറഞ്ഞ ഈ ഒരു കസ്റ്റമർ ബേസും ഇത്രയും വലിയൊരു വിദേശികളുടെ പൊട്ടൻഷ്യലും ഒക്കെയുള്ള സ്ഥലത്ത് മറ്റെല്ലാ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു വലിയ എൻട്രിയാണ്. അതെ, തീർച്ചയായിട്ടും അത് ആ ഒരു എക്സ്പോഷർ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നമുക്ക് വളരെ ഇതായിട്ട് തോന്നും, കാരണം മലയാളികളുടെ ഒരു പങ്കാളിത്തം ഒന്നും പൊതുവിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ കുംഭമേളയിൽ ഇവിടെ പരസ്യം ചെയ്തത് മുഴുവൻ കേരളത്തിലുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമായിരുന്നു. അവർ കുംഭമേളയിൽ പരസ്യം ചെയ്തിട്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉത്തരഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ബ്രാഞ്ച് തുടങ്ങി. പണ്ടം പണയമൊക്കെ ആയിരിക്കും. അതെ. അപ്പോൾ അവരതിന്റെ ഏറ്റവും മികച്ചൊരു അവസരമായിട്ട് കുംഭമേള ഉപയോഗിച്ചു. എല്ലാ ആശ്രമങ്ങളുടെയും കവാടങ്ങൾ, കാര്യങ്ങളും അതൊക്കെ അവർ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരമാണ് ഈ മേള എന്ന് പറയുന്നത്. ഈ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ടാണ് ഗവൺമെന്റ് അത് ഒഴിവാക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു കാര്യം പറയാം. US നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ 100 കണക്കിന് വ്ളോഗർമാരാണ് ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തൂക്കി ഇവിടെ വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 10 ലക്ഷം വീഡിയോകളെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ കുംഭമേളയെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത ഒരാൾ അവരുടെ ഫീഡിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഒരു 100 വീഡിയോ എങ്കിലും കാണാതെ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും ഫ്ലോ വരുന്നുണ്ട് കുംഭമേളയെ കുറിച്ചുള്ള സംഗതിമാണ്. ഇതില് ആഴ്ചയിൽ ഒരിക്കൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാളിമാർഗ്, ത്രിവേണി സംഘം മാർഗിൽ കൂടെയൊക്കെ ഒരു ചെറിയ ചെണ്ടമേളത്തിന്റെ പൊസിഷൻ നടന്നിരുന്നു എന്ന് വിചാരിക്കുക. ഒരു 10-20 പേരുള്ള സംഗതി. അതിനെക്കുറിച്ച് എത്ര ലക്ഷം വീഡിയോ, ഒരു കഥകളി, ഒരു കഥകളി, 2 തിറ, ഇതൊക്കെ കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പൊസിഷൻ നടന്നാൽ എത്ര ലക്ഷം വീഡിയോ അതിനെ സംബന്ധിച്ച് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരുണ്ടാക്കും. അത് എത്രത്തോളം വലിയ പരസ്യമോ മറ്റുള്ള കാര്യങ്ങളോ ആയിരിക്കും എന്നുള്ളത്, അത് എത്ര വലിയ പ്രൊമോഷൻ ആയിരിക്കും, ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എവിടെ എന്ന് അന്വേഷിച്ച് അത് കേരളത്തിലേക്ക് ആളുകൾ വരും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും പറ്റുന്ന വിഷണറിമാരോ അതിന് ഉൾക്കാഴ്ചയുള്ള ക്രിയാശേഷിയുള്ള നേതൃത്വമോ ദൗർഭാഗ്യവശാൽ കേരളത്തിന് ഇല്ലാതെ പോയി. നമ്മൾ കഴിവുള്ളവർക്ക് വേറെ ഒഴിവുള്ളവർ വരുമ്പോൾ അത് ദീർഘവീക്ഷണത്തിനെ പറ്റി സാബുജി പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്ന പാർലമെന്റിൽ വലിയൊരു ചിരിക്ക് അവസരം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആണോ, എനിക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരിക്കും. അദ്ദേഹം ഇത് വായിക്കാൻ തുടങ്ങിയിട്ട് ചിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നു റോഡിൻ്റെ വീതി കുറയ്ക്കണം. ഇത്ര വീതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടാത് എന്ന് പറയുന്ന ഒരു ചുറ്റുപാടുണ്ട്. ആ ദീർഘവീക്ഷണത്തിൻ്റെ ഇത് നമുക്ക് ഇപ്പോൾ ഒരു കർമ്മസന്യാസത്തിൻ്റെ പാതയാണല്ലോ
അഖാഡകൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖം സ്വാമിജി തന്നെയാണ്. കാരണം സ്വാമിജിയുടെ ആ ഒരു നേതൃത്വത്തിലാണ് നമ്മളെല്ലാം ഇതിനെപ്പറ്റി അറിയുന്നതും പറയുന്നതുമെല്ലാം. അപ്പോൾ ഈ കുംഭമേള 2027 ഉജ്ജയിനിൽ നടക്കാൻ പോകുന്നു. ഈ 2027 ഉജ്ജയിനിൽ നടക്കുന്ന ഈ കുംഭമേളയ്ക്ക് കേരളത്തിലെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അത് എൻ്റെ ഒരു തുറന്ന ചിന്തയിൽ നമുക്ക് അവിടെയുള്ള ഒരു 3 പാർട്ടികളുണ്ട്, 3 പ്രധാനപ്പെട്ട പാർട്ടികൾ. ഈ 3 പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ പ്ലാറ്റ്ഫോമിൽ അവരെഴുതണം, ഇതുപോലുള്ളൊരു നാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിന് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. 3 പേര് എഴുതട്ടെ. അല്ലെങ്കിൽ ഒരു പാർട്ടി വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് എഴുതട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം ചെയ്യുന്നു, ഞങ്ങൾ കുറച്ച് ചെയ്യുന്നു. ആ രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉത്തരഭാരതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, കുരുക്ഷേത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഉജ്ജയിനി ആയിക്കോട്ടെ, ദ്വാരക ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് രാജസ്ഥാൻ ധർമ്മശാല, ഹരിയാന ധർമ്മശാല, ജാട്ട് ധർമ്മശാല, പട്ടേൽ ധർമ്മശാല, ഇങ്ങനെയൊക്കെയുള്ള അവിടെ നിന്നുള്ള സംഗതികളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അത് നടക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരുകൾക്കും മറ്റും വളരെ തുച്ഛമായിട്ടുള്ള ലീസ് ഇതിന് ഗസ്റ്റ് ഹൗസുകൾ, ധർമ്മശാലകൾ നിർമ്മിക്കാൻ വേണ്ടി ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ്റുകളും സ്ഥലം കൊടുക്കും. ആ സ്ഥലം കൊണ്ടാണ് കർണാടക ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും അടക്കം കാശിയിലടക്കം ധർമ്മശാലകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യാതൊരു സംവിധാനവും ഇല്ലാത്തത് കേരളത്തിനാണ്. അതുപോലെ കുംഭമേള അങ്ങനെയുള്ള വലിയ ആധ്യാത്മിക മേളകളിൽ ഒക്കെ ഇത് വരുന്നത് എന്താണ്? ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു സമാജം തന്നെയാണ് കേരളത്തിൽ. അതെ, തീർച്ചയായിട്ടും ഇപ്പോഴും അത് തന്നെയാണ്. വിശ്വാസികളായ ഹിന്ദുക്കളാണ് വോട്ടിന്റെ എണ്ണത്തിലും ശതമാനത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. നാമമാത്രമാണെങ്കിലും അല്ലെ, നാമം കൊണ്ട് മാത്രം, നാമം കൊണ്ടല്ല, വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെയാണ് അവരുടെ ആചാരങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒക്കെ. പക്ഷെ അവരൊരു രാഷ്ട്രീയ ശക്തിയായി ഒരുമിച്ചിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും വലിയൊരു വോട്ട് ബാങ്കിന്, അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും, ഏത് പാർട്ടിയുടെയും ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഹിന്ദു സമാജമാണ്. ആ ഹിന്ദു സമാജത്തിന് വേണ്ടി, ആ ഹിന്ദു സമാജത്തിന്റെ ധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് പ്രകടന പത്രികയിൽ നിർബന്ധമായും അവർ വയ്ക്കണം എന്നുള്ളത് ഹിന്ദു സമാജം ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ കേരളത്തിലെ അഖാഡയും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും അത് ആവശ്യപ്പെടും. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ആ ആവശ്യപ്പെടാനായിട്ട് സ്വാമിജി ഒന്ന് പ്രോത്സാഹിപ്പിക്കും, ഒന്ന് കൈയടിച്ചെങ്കിലും ഒന്ന് പാസ്സാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഏത് പാർട്ടിയാണെങ്കിലും എനിക്ക് വിരോധമില്ല. പക്ഷേ ആ കേരളത്തിൻ്റെ ഒരു സാന്നിധ്യം ഇത്ര വലിയൊരു മേളയിൽ ഇല്ല എന്നുള്ളത് ഒരു നാണക്കേടിൻ്റെ പ്രശ്നം കൂടിയാണ്. അതായത് എനിക്ക് അത്ഭുതം തോന്നി, എന്തുകൊണ്ടില്ല. 2027 ഉജ്ജയിൻ, അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് വരുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ? അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ? 27 മുമ്പുണ്ടെന്ന് തോന്നുന്നു, 26. അപ്പോൾ അവർ പറയട്ടെ, ഞങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഹജ്ജിന് സബ്സിഡി ഉണ്ട്, മലയാറ്റൂർ പള്ളി പെരുന്നാളിന് സബ്സിഡി ഉണ്ട്, ശബരിമലയ്ക്ക് സബ്സിഡി ഇല്ല. കാരണം ഓരോ ബസ് യാത്രയും ഡബിൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പമ്പയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ ഇവർ പറയട്ടെ അത്. കാരണം അത് BJP ഹിന്ദു ആണെങ്കിലും, മാർക്സിസ്റ്റ് ഹിന്ദു ആണെങ്കിലും, കോൺഗ്രസ് ഹിന്ദു ആണെങ്കിലും ഹിന്ദുവിനെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊരു തോന്നൽ എല്ലാ ചിന്തിക്കുന്ന ഹിന്ദുക്കൾക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ കുംഭമേളയുടെ നഗരിയിൽ നിന്ന് അതിനുള്ള ഒരു പ്രോത്സാഹനം സ്വാമിജിക്ക് കിട്ടുന്ന വേദിയിൽ ഒന്ന് അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മളത് അവതരിപ്പിക്കും. അത് ഇതാണ് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും വലിയ വോട്ടിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കളുടെ ധാർമ്മികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗമ ഭൂമിയായിട്ടുള്ള കുംഭമേളയിലെങ്കിലും കേരളത്തിലെ ആളുകൾക്ക് സൗകര്യമൊരുക്കാനും സർക്കാരിൻ്റെ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് തന്നെ കേരളത്തെ ഷോക്കേസ് ചെയ്യാനും വേണ്ടി എന്തെല്ലാം ചെയ്യും എന്നുള്ളത് അത്തരത്തിലുള്ള പ്രകടന പത്രികാ രൂപത്തിലും പൊതുവായിട്ടുള്ള പ്രസ്താവനകളിലൂടെയും ഒക്കെ തന്നെ പ്രഖ്യാപിക്കേണ്ട ഒരു കാലമാണ് ഇനി വരുന്നത് എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുക തന്നെ ചെയ്യാം. അതായിരുന്നു എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. സ്വാമിജി അത് ഏറ്റെടുത്തതിലും അതിനെപ്പറ്റി സംസാരിച്ചതിലും വളരെയധികം സന്തോഷം. ഈ കുംഭമേള ഇത്ര ഭംഗിയാക്കാനായിട്ട് അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ നേതൃത്വവും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.